അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് ആയാലോ? ബട്ടർ ചിക്കൻ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചിക്കനിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലോട് കൂടിയിട്ടോ എല്ലില്ലാതെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടേബിൾ സ്പൂണ് തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ മസാലയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ബട്ടർ ചിക്കൻ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ കേട്ടോ, ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടണം. ഇതിനി സെപ്പറേറ്റ് ഇട്ടിട്ട് കുക്ക് ചെയ്യില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് കിട്ടണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള സെയിം പാത്രം തന്നെയാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്ത സെയിം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ബട്ടർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കൂടെ തന്നെ കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 കാഷ്നട്ടോളം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 3 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ആരും ചേർത്ത് കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് സുറുക്കയും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അതാ അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. നല്ല ഫൈനായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ അരച്ചെടുത്തത് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു തള വരാൻ തുടങ്ങുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പീസ് ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായും നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.